അഞ്ചാമത്തെ യൂണിറ്റിലെ അർലുൻ ഖാസുൻ എന്ന പാഠത്തിലെ 92-ാമത്തെ പേജ്. ഇവിടെയുള്ള പ്രവർത്തനം നുഅദ്ദുൽ ഹിവാറ, നമുക്ക് സംഭാഷണം തയ്യാറാക്കാം. അല്ലദീ ദാറ ബൈന ഖാലിദിൻ വൽ മുഹാസിബി, ഖാലിദിനും അക്കൗണ്ടന്റിനും ഇടയിൽ നടന്ന സംഭാഷണം. എവിടെ വെച്ച്? അമാമ ശുബാക്കി ദഫ്ഇ, പേയ്മെന്റ് വിൻഡോയ്ക്ക് മുമ്പിൽ വെച്ച് നടന്ന സംഭാഷണം. പേയ്മെന്റ് വിൻഡോയ്ക്ക് മുമ്പിൽ ധാരാളം കാര്യങ്ങളൊന്നും സംഭാഷണത്തിൽ ഉണ്ടാവില്ല, എന്നാലും ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ പറയും, അതാണ് തയ്യാറാക്കേണ്ടത്. ഖാലിദ് ആദ്യം എന്ത് ചെയ്യുന്നു? യലൗ സല്ലത്ത തസവുഖി അല ശുബാക്കി ദഫ്ഇ, പേയ്മെന്റ് വിൻഡോയിൽ തൻ്റെ ഷോപ്പിംഗ് ബാസ്ക്കറ്റ് മീൻസ് ആ ഷോപ്പിംഗ് കാർട്ട് ഉണ്ടല്ലോ അത് വെക്കുന്നു. അതിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കണക്ക് കൂട്ടിയിട്ട് മുഹാസിബ് എമൗണ്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ മുഹാസിബ് ബാദൽ മുഹാസബത്തിന് ശേഷം, കണക്ക് കൂട്ടിയതിന് ശേഷം പറയുകയാണ്, അൽ മബ്ലഉൽ മത്ലൂബ്, എമൗണ്ട് ഹുവ 5000 രൂപ, 5000 രൂപയായിട്ടുണ്ട് എന്ന് മുഹാസിബ് പറഞ്ഞു. അപ്പോൾ ഖാലിദ് എന്ത് ചെയ്യുന്നു? യുഷിറു ബിതാഖത്ത് ദഫ്ഇ, ഡെബിറ്റ് കാർഡ് നീട്ടുന്നു. തഫല്ലൽ സഅദ്ഫഉ ബിൽ ബിതാഖ, ഞാൻ കാർഡ് പേയ്മെന്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ മുഹാസിബ് ഹസനൻ, ഓക്കെ. അങ്ങനെ യുർജിഉൽ ബിതാഖത ബഅദ തബ്രീരിഹ, അത് സ്വൈപ്പ് ചെയ്തതിന് ശേഷം കാർഡ് അയാൾ എന്ത് ചെയ്യുന്നു? യുർജിഉ, തിരിച്ചു നൽകുന്നു. അഫ്വൻ, എന്നിട്ട് പറയുന്നു, അഫ്വൻ, സോറി, റസീദുക ഗൈറു കാഫിൻ യാ സയ്യിദി, സാറേ താങ്കളുടെ ബാലൻസ് മതിയാവുകയില്ല. ഗൈറു കാഫിൻ, മതിയായ ബാലൻസ് ഇതിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഖാലിദ് യുഷീറു ബിതാഖത്തിൽ യതീമാൻ, ക്രെഡിറ്റ് കാർഡ് നൽകുന്നു. അപ്പോൾ മുഹാസിബ് യുർജിഉൽ ബിതാഖത ബഅദ തബ്രീരിഹ, അതും സ്വൈപ്പ് ചെയ്തിട്ട് തിരിച്ചു നൽകുന്നു. അഫ്വൻ, സോറി, ലാ യൂജദു റസീദുൻ അലാ ഹാദിഹിൽ ബിതാഖതി അയ്ളൻ, ഈ കാർഡിലും ആവശ്യമായ ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഖാലിദ് ആസിഫിൻ ജിദ്ദൻ, വെരി സോറി എന്ന് പറയുന്നു. അപ്പോൾ മുഹാസിബ്, മിൻ ഫദ്ലിക, പ്ലീസ് യാ സയ്യിദി, സാറേ, തഹറക് ഇലൽ ജാനിബി ഖലീലൻ, കുറച്ച് സൈഡിലേക്ക് മാറി നിൽക്കൂ എന്ന് പറയുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഇയാൾ കുറച്ച് മാറി നിൽക്കുന്നു. അത്രയുമാണ് അവിടെ നടന്നിട്ടുണ്ടാകുന്ന സംഭാഷണം. ഓക്കെ, ഇനി നതഖയ്യലു വനക്തുബു, നമുക്ക് ഇമാജിൻ ചെയ്ത് എഴുതാം, ഭാവനയിൽ കണ്ടുകൊണ്ട് എഴുതാം. എന്താണ്? നതഖയ്യലുൽ അഫ്കാറ, ചിന്തകൾ നമ്മൾ സങ്കല്പിക്കണം. അല്ലത്തി ഖത്തറ ബി ബാലി ഖാലിദ്, ഖാലിദിന്റെ മനസ്സിൽ ഉണ്ടായ ചിന്തകൾ. ലമ്മ ഖറജ യാഇസൻ, നിരാശനായിക്കൊണ്ട് പുറത്തു വന്നപ്പോൾ, മിനസൂഖിൽ മർക്കസി, ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നും നിരാശനായിക്കൊണ്ട് പുറത്തു വന്നപ്പോൾ ഖാലിദിന്റെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്ക് സങ്കല്പിച്ചെഴുതാം. ഖാലിദ് എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? അപ്പോൾ അത് ഇങ്ങനെ എഴുതാം. യാ ലൽ ഇഹ്റാജ്, എന്തൊരു നാണക്കേടാണ് അല്ലേ, ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പൈസ ഇല്ലാതെ തിരിച്ചു പോരേണ്ടി വന്നു, സാധനങ്ങളൊക്കെ അവിടെ വെച്ചുകൊണ്ട്. അതൊരു നാണക്കേട് തന്നെയാണ് അല്ലേ. കൈഫ വഖഅതു ഫി മിസ്ലി ഹാദൽ മൗഖിഫി അമാമൻ നാസി, ജനങ്ങൾക്ക് മുമ്പിൽ ഇതേപോലുള്ളൊരു സന്ദർഭത്തിൽ, ഇതേപോലൊരു സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ പെട്ടുപോയി അല്ലേ. നമ്മളിങ്ങനെ ആകെ ഒരു അസ്വസ്ഥതയോട് ആലോചിക്കും, ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായാൽ. ആകെ ഒരു ആൾക്കാരുടെ മുമ്പിൽ കുറവായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മളുടെ മനസ്സിൽ അതിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ചിന്തയാണിത്. കൈഫ വഖഅതു, എനിക്ക് എങ്ങനെ പറ്റിയില്ലേ, ഞാൻ എങ്ങനെ ഇതിൽ പെട്ടുപോയി. ലഖദ് സമീഅൽ ജമീഉ, എല്ലാവരും കേട്ടു. അന്ന റസീദി ഗൈറു കാഫിൻ, എൻ്റെ ബാലൻസ് മതിയാവുകയില്ല, എൻ്റെ കയ്യിൽ അതിനുള്ള പൈസ, ഞാൻ വാങ്ങിയ സാധനങ്ങൾ കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല എന്ന കാര്യം എല്ലാവരും കേട്ടു. അവിടെ മുഹാസിബ് പറയുന്നത് എല്ലാവരും കേട്ടുപോയി അല്ലേ. കൈഫ സഅൻദുറു ഇലാ ഹാദൽ മുഹാസിബി ഫിൽ മറത്തിൽ ഖാദിമ, ഇനി അടുത്ത തവണ ഞാൻ ഈ അക്കൗണ്ടന്റിന്റെ മുഖത്ത് എങ്ങനെ നോക്കും? എല്ലാവരും കേൾക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത് ഈ നമ്മൾ നാണക്കേട് അനുഭവിച്ച ആൾക്കാരുടെ മുമ്പിൽ രണ്ടാമത് വീണ്ടും പെടുക എന്ന് പറയുന്നതും ഒരു പ്രശ്നമുള്ള കാര്യമാണ് അല്ലേ. കൈഫ സഅൻദുറു, ഞാൻ എങ്ങനെ നോക്കും, ഇലാ ഹാദൽ മുഹാസിബ്, ഈ അക്കൗണ്ടന്റിനെ, ഫിൽ മറത്തിൽ ഖാദിമ, അടുത്ത തവണ, ഇനി ആ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഇയാൾ എങ്ങനെ ഞാൻ അഭിമുഖീകരിക്കും. ലഖദ് അഫ്സത്തു യോമി, ഞാൻ എൻ്റെ ദിവസം നശിപ്പിച്ചു. ബിസബബി സൂഇ തഖ്ദീരി അംവാലി, എൻ്റെ സാമ്പത്തിക കണക്കുകൂട്ടൽ, മോശമായ സാമ്പത്തിക കണക്കുകൂട്ടൽ കാരണം ഞാൻ എൻ്റെ ഒരു ദിവസം നശിപ്പിച്ചു. ലിമാദ ലം, ഇയാൾ സാമ്പത്തികമായിട്ട് ഒന്നും കൃത്യമായി പ്ലാനിങ്ങോടെയല്ല നടക്കുന്നത് അല്ലേ, അതാണ് പറ്റിയത്. ആദ്യമേ അക്കൗണ്ട് നോക്കിയിരുന്നെങ്കിൽ പൈസ ഇത്രയാണ് എൻ്റെ അക്കൗണ്ടിൽ പൈസയുള്ളത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. പക്ഷെ അതൊന്നും ഇയാൾ ചെയ്തില്ല.
എന്നിട്ട് ഇപ്പോൾ ഖേദിക്കുകയാണ് അല്ലേ. ലിമാദാലം അത്തഫഖദ്, ഞാൻ എന്തുകൊണ്ട് പരിശോധിച്ചില്ല റസീദി, എൻ്റെ ബാലൻസ്, ഖബലൽ ഖുറൂജ്, പുറപ്പെടുന്നതിന് മുമ്പ്, സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ അക്കൗണ്ടിലുള്ള ബാലൻസ് എത്രയാണെന്ന് ഞാൻ എന്തുകൊണ്ട് നോക്കിയില്ല. ഹൽ ഖാന ലാബുദ്ദലി, അതിൻ്റെയൊക്കെ പുറമെ ഹൽ ഖാന ലാബുദ്ദലി, വേണമായിരുന്നോ, മിൻ ശിറാഇ കുല്ലി ഹാദിഹിൽ അഷ്യാ, ഈ സാധനങ്ങളൊക്കെ വാങ്ങേണ്ടിയിരുന്നോ. ഒരുപാട് സാധനങ്ങൾ അയാൾ എടുത്തിരുന്നു അല്ലേ, അത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങേണ്ടിയിരുന്നോ, അതൊന്നും ആവശ്യമായിരുന്നില്ല എന്നൊക്കെ ആൾക്ക് ഇപ്പോൾ തോന്നുകയാണ്. ഓക്കെ, അങ്ങനെ നമുക്കത് എഴുതാം. ഇനി നുനാഖിഷു അൻ ശഖ്സിയത്തി ഖാലിദ്, ഖാലിദിൻ്റെ ക്യാരക്ടർ, ഖാലിദിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. വനക്തുബ് ബയാനൻ അൻഹു, എന്നിട്ട് അയാളെക്കുറിച്ചൊരു ബയാൻ, ഒരു വിവരണം തയ്യാറാക്കാം. ഇവിടെ തുടക്കം കൊടുത്തിട്ടുണ്ട്. ഖാലിദുൻ റജുലുൻ ഫി സലാസീനിയാത്ത്, 30കളിലുള്ള ഒരു റജുലാണ്, ഒരു പുരുഷനാണ് ഖാലിദ്. ഖാലിദുൻ റജുലുൻ ഫി സലാസീനാത്ത്, ഖാലിദ് 30കളിലുള്ള ഒരു പുരുഷനാണ്. ഹുവ ശഖ്സുൻ ആദിയുൻ, അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. ആദിയുൻ മീൻസ് സാധാരണക്കാരൻ. യമീലു ഇല ശിറാഇ ബി ഇഫ്രാത്തിൻ, എന്നാലോ അമിതമായി വാങ്ങാൻ താല്പര്യമുള്ള, സാധനങ്ങളൊക്കെ അമിതമായി വാങ്ങുക എന്ന താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. യമീലു, അവൻ ചായുന്നു, ഇല ഷിറായി, വാങ്ങുന്നതിലേക്ക്, ബി ഇഫ്രാത്തിൻ, അമിതമായിട്ട്. യബ്ദു ഖാലിദുൻ, ഖാലിദ്, യബ്ദു മീൻസ് തോന്നും അല്ലേ, ഖാലിദിനെ കണ്ടാൽ അങ്ങനെ തോന്നും. എങ്ങനെ തോന്നും? അന്നഹു ലാ യുദീറു അംവാലഹു, തൻ്റെ പണം അവൻ കൈകാര്യം ചെയ്യുന്നില്ല, ബിശക്ലിൻ ജയ്യിദിൻ, നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന രൂപത്തിലുള്ളൊരു ക്യാരക്ടറാണ് അദ്ദേഹം. വലാ യതഫഖദു റസീദഹു, അതേപോലെ അയാൾ തൻ്റെ ബാലൻസ് ഒന്നും പരിശോധിക്കാറില്ല. അങ്ങനെയാണ് ഖാലിദിനെ കാണുമ്പോൾ വ്യക്തമാകുന്നത്. ഹാദൽ അംറു, ഈ ഒരു കാര്യം, ഔഖഅഹു ഫി മൗഖിഫിൻ മുഹരിജിൻ, ഇങ്ങനെ സാമ്പത്തികമായ ഒരു ക്രമീകരണമില്ലാത്ത അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാര്യം, ഔഖഅഹു, അദ്ദേഹത്തെ പെടുത്തി, ഫി മൗഖിഫിൻ മുഹരിജിൻ, ഒരു നാണക്കേടുണ്ടാക്കുന്ന ഒരു അവസരത്തിൽ അദ്ദേഹത്തെ പെടുത്തി. ലാക്കിൻ, പക്ഷേ, ബഅദ ഹാദൽ മൗഖിഫ്, ഈ സംഭവത്തിന് ശേഷം, യുദ്രിക്കു ഖാലിദുൻ ഖതഅഹു, ഖാലിദ് തൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു. തബ്ദീറിലുള്ള, തബ്ദീർ മീൻസ് അമിതമായി ചിലവഴിക്കൽ, അമിതമായി കാര്യങ്ങൾ ചിലവഴിക്കുകയും വാങ്ങുകയും ചെയ്യുക എന്ന കാര്യത്തിലുള്ള തെറ്റ് അവന് പിന്നീട് മനസ്സിലാകുന്നു. പിന്നെ വൽ മുഷ്കിലത്ത്, പിന്നെ അവന് ഇതും കൂടെ മനസ്സിലാകുന്നു. ഫി സൂഇ തഖ്തീത്തിൽ മാലി, വൽ മുഷ്കിലത്ത്, പ്രശ്നം ഏതിലുള്ള, ഫി സൂഇ തഖ്തീത്തിൽ മാലി, സാമ്പത്തികമായിട്ടുള്ള മോശമായ ക്രമീകരണം, മീൻസ് സാമ്പത്തികമായി കൃത്യമായി ക്രമീകരണം നടത്താത്തതിലുള്ള പ്രശ്നവും അവന് മനസ്സിലാകുന്നു. പിന്നെ വൈഎസ് ആലി തസ്ഹീഹി, അത് തിരുത്താൻ വേണ്ടി അവൻ ശ്രമിക്കുന്നു. അതാണ് പിന്നീട് അവസാനത്തെ സീനിൽ നമ്മൾ കണ്ടത്. ഓക്കെ, നുലാഹിദുൽ മാലുമാത്തി അൽ ഗിലാഫ്, ഈ ഗിലാഫിൻ്റെ പുറത്തുള്ള ഇൻഫർമേഷൻസ് നമുക്ക് നോക്കാം. ഇതൊരു ചോക്ലേറ്റിൻ്റെ പാക്കറ്റാണ് അല്ലേ, അതിൽ ചോക്ലേറ്റിൻ്റെ പേരാണിത്. ഇസ്മുൽ മുൻതജ്, പ്രൊഡക്റ്റിൻ്റെ പേര്, മുൻതജ് മീൻസ് പ്രൊഡക്റ്റ്. അൽ അജ്വദ് ഷൊക്കലാത്ത്, ദ ബെസ്റ്റ് ചോക്ലേറ്റ് എന്നാണ് അതിൻ്റെ പേര്. അൽ മുക്കവനാത്ത്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? സുക്കർ, ഷുഗർ ഉണ്ട്, ഹലീബ്, പാല്, കൊക്കോ. അൽ വസ്നു സ്വാഫി, നെറ്റ് വെയ്റ്റ് എത്രയാണ്? 100 ഗ്രാം, 100 ഗ്രാമാണ്. താരിഖുൽ ഇൻതാജ്, മാനുഫാക്ചറിങ് ഡേറ്റ്. താരിഖുൽ ഇന്തിഹാ, അതെന്താണ്? എക്സ്പയറി ഡേറ്റ് അല്ലേ. ഇന്തിഹാ എന്ന് എഴുതുമ്പോൾ അലിഫിൻ്റെ ഇടയിൽ ഹംസ വേണ്ട. സുനിഅഫി, മെയ്ഡ് ഇൻ ജംഹൂരിയത്തിൽ ഹിന്ദ്, മെയ്ഡ് ഇൻ ഇന്ത്യ. അസയർ, പ്രൈസ് എത്രയാണ്? 50 രൂപ, 50 രൂപ. അൻതജ നാദി അൽ ഉലൂമി, സയൻസ് ക്ലബ്ബ് ഉൽപ്പാദിപ്പിച്ചു, പുറത്തിറക്കി. ഫി മദ്രസത്തിക, നിന്റെ സ്കൂളിൽ വെച്ച്. അസ്വാബൂൻ, സോപ്പ്. സയൻസ് ക്ലബ്ബ് എന്ത് ചെയ്തു? സോപ്പ് ഉണ്ടാക്കി. നുഇദ്ദു ഗിലാഫൻ ജമീലൻ ലഹു, അതിനുവേണ്ടി ഭംഗിയുള്ളൊരു കവർ നമുക്ക് തയ്യാറാക്കാം. ഇസ്മുൽ മുൻതജ്, സാബുവിൻ്റെ പേര് ഇവിടെ കൊടുക്കുക അല്ലേ, സാബൂൻ, എന്തെങ്കിലും ഒരു സാബൂൻ, എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. സാബൂനുൽ മദ്രസ, സ്കൂൾ സോപ്പ്. അശരിക്കത്ത്, കമ്പനി ഏതാണ്? നാദി അൽ ഉലൂമി ഫി മദ്രസത്തി ഡാഷ് ഡാഷ്, ഇന്ന മദ്രസയിലെ നാദി അൽ ഉലൂം മീൻസ് സയൻസ് ക്ലബ്ബ്. അൽ മുക്കവനാത്ത്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? സോപ്പിൽ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത് എഴുതുക. വേണമെങ്കിൽ അദ്ദുഹൂൻ, എന്താണ്, ഫാറ്റ്, അല്ലെങ്കിൽ എന്താണ്, അസൈത്ത്, എണ്ണ. അൽമാ, വെള്ളം. പിന്നെ അൽ ഗ്ലിസറിൻ അല്ലേ, ഗ്ലിസറിൻ എന്ന് എഴുതിയാൽ മതി. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എഴുതാം. അൽ വസ്നു സാഫി, നെറ്റ് വെയ്റ്റ് എത്രയാണ്? അത് എഴുതുക. 50 ഗ്രാമിൻ, 50 ഗ്രാമൻ എന്ന് എഴുതാം, 50 ഗ്രാം. താരിഖുൽ ഇൻതാജ്,
ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ്, താരിഖുൽ ഇന്തിഹ ഡേറ്റ് ഓഫ് എക്സ്പയറി, സുനാഫി അൽ ഹിന്ദ്. അസിയാർ പ്രൈസ്, വില എത്രയാണ് കൊടുക്കുന്നത്? 10 റൂബിയാത്തിൻ, 10 രൂപ. ഓക്കെ, ഇനി നഖ്റഉൽ ഫിക്രത്ത, നമുക്ക് പാരഗ്രാഫ് വായിക്കാം. വനുലാഹിദുൽ അഫ്ആൽ അൽ മുലവന, എന്നിട്ട് നിറം നൽകപ്പെട്ട വാക്കുകൾ നിരീക്ഷിക്കാം, ഫിഅലുകൾ നിരീക്ഷിക്കാം. അൽ ഖസ്ദു ഫിൽ ഇൻഫാഖി അംറുൻ ലറൂരിയുൻ, ചിലവഴിക്കുന്നതിൽ മിതത്വം പാലിക്കൽ വളരെ പ്രധാനപ്പെട്ട, വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. അൽ ഖസ്ദ് ഫിൽ ഇൻഫാഖ്, ഇൻഫാഖ് മീൻസ് ചിലവഴിക്കൽ. ചിലവഴിക്കൽ എന്ത് ചെയ്യുക? ഖസ്ദ് മീൻസ് ഉദ്ദേശിക്കുന്നത് മിതത്വം പാലിക്കൽ, അമിതമായി ചിലവഴിക്കാതിരിക്കൽ. അംറുൽ ലറൂരിയൻ, വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. യജിബു അല കുല്ലി വാഹിദിൻ, എല്ലാവരുടെ മേലിലും ഓരോരുത്തരുടെ മേലും നിർബന്ധമാണ്. അൻ യുഹത്തിത, പ്ലാൻ ചെയ്യൽ, ക്രമീകരിക്കൽ. നഫക്കതഹു, തൻ്റെ ചിലവുകൾ. ഹസബ ദഖ്ലിഹി, വരുമാനത്തിനനുസരിച്ച്, ഓരോരുത്തരുടെയും വരുമാനത്തിനനുസരിച്ച് ചിലവുകൾ ക്രമീകരിക്കൽ എല്ലാവർക്കും, ഓരോ മനുഷ്യനും നിർബന്ധമാണ്. പിന്നെ വ അൻ യത്രുക, അതേപോലെ ഉപേക്ഷിക്കലും നിർബന്ധമാണ്. അൽ ഇസ്രാഫ്, അമിതമായ ചിലവഴിക്കൽ ഉപേക്ഷിക്കണം. കൈ യുഹാഫില, സംരക്ഷിക്കാൻ വേണ്ടി. അലൽ മാലി, സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി അമിതമായ ചിലവഴിക്കൽ ഉപേക്ഷിക്കണം. ഫൽ നെൽത്തസിമു ബിൽ ഇഅ്തിദാൽ, നമ്മൾ മിതത്വം പാലിക്കണം. ഫലൻ നന്ദമ, അപ്പോൾ നമ്മൾ ഖേദിക്കുകയില്ല. ഫിൽ മുസ്തഖ്ബിൽ, ഭാവിയിൽ ഖേദിക്കുകയില്ല പിന്നീട്, ഇങ്ങനെയൊക്കെ ചെയ്താൽ. ഇതിൽ നിറം നൽകപ്പെട്ട ഫീലുകൾ ഏതൊക്കെയാണ്? അൻ യുഹത്തിത, ഹത്തത എന്നതാണ് മാളിയായ ഫീല്. ഹത്തത മീൻസ് ക്രമീകരിച്ചു, പ്ലാൻ ചെയ്തു. അതിൻ്റെ മുലാരിയാണ് യുഹത്തിത്തു. ആ മുലാരിയായ ഫീലിൻ്റെ മുമ്പിൽ അൻ എന്നൊരു വാക്ക് വന്നിരിക്കുന്നത് കാണാം. അൻ എന്നത് മുലാരിയായ ഫീലിന് നസ്ബ് ചെയ്യുന്ന ഹർഫാണ്. മുലാരിയായ ഫീലിന് നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ 4 എണ്ണമുണ്ട്. ഒന്ന് അൻ, അടുത്തത് ലൻ, പിന്നെ കൈ, പിന്നെ ഇതൻ. അങ്ങനെ 4 ഹർഫുകളാണ് മുലാരിയായ ഫീലിന് നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ. നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹർഫുകൾ മുലാരിയായ ഫീലിന് മുമ്പിലാണ് വരിക. മുലാരിയായ ഫീലിന് മുമ്പിൽ ഈ ഹർഫുകൾ വന്നാൽ ആ മുലാരിയായ ഫീലിൻ്റെ ഇറാബ് നസ്ബാകും. അതാണ് നസ്ബ് ചെയ്യൽ. ഓക്കെ, സാധാരണ ഒരു ഹർഫ് മുമ്പിൽ വന്നിട്ടില്ല എങ്കിൽ മുലാരിയായ ഫീലിൻ്റെ ഇറാബ് റഫ് ആയിരിക്കും. ഇനി അൻ, ലൻ, കൈ, ഇതൻ, ഈ 4 ഹർഫുകൾ, നസ്ബ് ചെയ്യുന്ന ഈ 4 ഹർഫുകൾ ഏതെങ്കിലും മുലാരിയായ ഫീലിൻ്റെ മുമ്പിൽ വന്നാൽ ആ മുലാരിയായ ഫീലിൻ്റെ ഇറാബ് പിന്നീട് എന്താകും? ഇത് വന്നു കഴിഞ്ഞാൽ നസ്ബാകും. ഒരു മുലാരിയ ഫീലിൻ്റെ അല്ലെങ്കിൽ ഒരു വാക്കിൻ്റെ, ഏതെങ്കിലും ഒരു വാക്കിൻ്റെ ഇറാബ് നസ്ബായാൽ എന്ത് ചെയ്യണം? ആ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകണം. ഇവിടെ നോക്കൂ, യുഹത്തിത്തു എന്ന മുലാരിയ ഫീലിൻ്റെ മുമ്പിൽ അൻ എന്ന നസ്ബിൻ്റെ ഹർഫ് വന്നു. അതുകൊണ്ട് യുഹത്തിത്തു എന്ന വാക്കിൻ്റെ ഇറാബ് നസ്ബായി. എങ്ങനെ നസ്ബ് ചെയ്യുക? എങ്ങനെയാണ്? അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകിക്കൊണ്ട്. അതാണ് നസ്ബിൻ്റെ അടയാളം. അപ്പോൾ നസ്ബായാൽ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകണം. ഇനി അടുത്ത് നോക്കൂ, അൻ യത്രുക, ഉപേക്ഷിക്കൽ. അൻ യുഹത്തിത, പ്ലാൻ ചെയ്യൽ എന്നാണ് അന്ന് മുമ്പിൽ വന്നാൽ അർത്ഥം വരിക. അൻ യത്രുക, ഉപേക്ഷിക്കൽ. അതും അങ്ങനെ തന്നെ. യത്രുക്കു എന്ന മുലാരിയ ഫീലിൻ്റെ മുമ്പിൽ അന്ന് വന്നു. അതുകൊണ്ട് ഇറാബ് നസ്ബായി. ഇറാബ് നസ്ബായതുകൊണ്ട് അവസാനത്തെ അക്ഷരമായ കാഫിന് ഫതഹ് നൽകി. പിന്നെ കൈ എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നാണ് അർത്ഥം. കൈ യുഹാഫില, സംരക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ യുഹാഫിലു എന്ന ഫീലിൻ്റെ മുമ്പിലാണ് കൈ വന്നത്. അതുകൊണ്ട് ഇറാബ് നസ്ബായി. കൈയും എന്താണ്? നസ്ബിൻ്റെ ഹർഫാണ്. ഇറാബ് നസ്ബായതുകൊണ്ട് അവസാനത്തെ അക്ഷരമായ ലാഇന് ഫതഹ് നൽകി. പിന്നെ ലൻ നന്ദമ, ലൻ എന്ന് പറഞ്ഞാൽ ചെയ്യുകയില്ല എന്നർത്ഥം കിട്ടും. ലൻ നന്ദമ, നമ്മൾ ഖേദിക്കുകയില്ല. അപ്പോൾ നന്ദമു എന്ന മുലാരിയ ഫീലിൻ്റെ മുമ്പിലാണ് ലൻ വന്നത്. അതുകൊണ്ട് ഇറാബ് നസ്ബായി അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകി. അതേപോലെ ഇവിടെ കുറച്ച് മുലാരിയ ഫീലുകൾ വെക്കാം. ലൻ ഡാഷ് അബദൻ, ലൻ ചെയ്യുകയില്ല എന്നാണ് അല്ലേ. ലൻ അക്ദിബ അബദൻ, ഞാൻ ഒരിക്കലും കളവ് പറയുകയില്ല. കദിബ, കളവ് പറഞ്ഞു. അക്ദിബു, ഞാൻ കളവ് പറയും. ലൻ അക്ദിബ, ഞാൻ കളവ് പറയുകയില്ല. അബദൻ, ഒരിക്കലും. ഉരീദു അൻ ഡാഷ് ഇലസൂക്കി, ഇലസൂക്കി മാർക്കറ്റിലേക്ക്. ഉരീദു മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ എന്തുദ്ദേശിക്കുന്നു? അൻ അദ്ഹബ ഇലസൂക്കി, മാർക്കറ്റിലേക്ക് പോകൽ. ഞാൻ മാർക്കറ്റിലേക്ക് പോകൽ ഉദ്ദേശിക്കുന്നു മീൻസ് ഞാൻ മാർക്കറ്റിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അവിടെ അദ്ഹബ എന്ന് വെക്കുക. അദ്ഹബ മുലാരിയ ഫീലാണ്, അന്ന് വന്നതുകൊണ്ട് നസ്ബ്. അതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് ഫതഹ്. ഉത്തുറുക്കിൽ കസ്ല, മടി ഉപേക്ഷിക്കണം. കൈ തഞ്ചുവ, നീ വിജയിക്കാൻ വേണ്ടി. നജ, വിജയിച്ചു. യഞ്ചു, വിജയിക്കുന്നു. തഞ്ചു, നീ വിജയിക്കുന്നു. തഞ്ചുവ, കൈ തഞ്ചുവ, നീ വിജയിക്കാൻ വേണ്ടി. ഓക്കെ,
നസ്തഖ്രിജു മിനൻ നുസൂസി സാബിഖത്തി ജുമലൻ തസ്തമിലു അലൽ നവാസിബ്. നസ്ബ് ഇതേപോലെ നവാസിബ് മീൻസ് നാസിബത്തുൻ ജമ നവാസിബ്, അതായത് നസ്ബിന്റെ ഹർഫുകൾ അൻലൻ കൈ ഇതൻ എന്നിവയ്ക്കാണ് നാസിബത്ത് നവാസിബ് എന്ന് പറയുന്നത്. അപ്പോൾ നവാസിബ് ഉള്ള അൻലൻ കൈ എന്നീ ഹർഫുകളിൽ ഏതെങ്കിലും ഒന്ന് വന്നിരിക്കുന്ന ഫേലുകൾ നമ്മുടെ പാഠഭാഗത്ത് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. ഓക്കെ. നുലാഹിദുൽ ഏലാന പരസ്യം നിരീക്ഷിക്കാം. വനുഇദു ഏലാനൻ ലി ബൈ തൊമാത്തിമി എന്നിട്ട് തക്കാളി വിൽക്കാൻ വേണ്ടിയുള്ള ഒരു പരസ്യം തയ്യാറാക്കുക. അല്ലത്തി സറാഹാൻ ആദി സിറാത്തിലിൽ മദ്രസ സ്കൂളിലെ കാർഷിക ക്ലബ്ബ് കൃഷി ചെയ്തുണ്ടാക്കിയ തക്കാളി വിൽക്കാനുള്ള ഒരു പരസ്യം ഉണ്ടാക്കണം. ഇവിടെ ബത്തക്ക വിൽക്കാനുള്ള പരസ്യമുണ്ട് അല്ലേ. അർലുൻ ഹാസുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ ഓഫർ ലി ഫത്രത്തിൻ മഹദൂദത്തിൻ ഫോർ ലിമിറ്റഡ് പീരീഡ്, കുറഞ്ഞ സമയത്തല്ലേ, പരിമിതമായ സമയത്തേക്ക് മാത്രം. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ബിത്തിഹുസൈഫ് ചൂടുകാല വത്തക്ക, ചൂടുകാല തണ്ണിമത്തൻ. തൊമൽ ഇൻതിആഷ് ഉന്മേഷത്തിന്റെ രുചി, ബിക്കുല്ലി കൽമത്തിൻ ഓരോ കഷ്ണത്തിലും. അങ്ങനെ ഒരു പരസ്യത്തിന്റെ വാചകം കൊടുത്തതാണ്. പിന്നെ അഷറു റൂബിയാത്തിൻ ഫഖത്ത് 10 രൂപ മാത്രം അല്ലെ കിലോ വാഹിദ് 1 കിലോയ്ക്ക്. അതേപോലെ ഇവിടെ തക്കാളിയെ കൊണ്ട് എഴുതാം. എന്തെഴുതാം? തൊമാത്തിമുൻ ലദീദുൻ രുചികരമായ തക്കാളി എന്ന് എഴുതാം. പിന്നെയോ ഇജ്അലു ഇദാമക്കും ലദീദൻ നിങ്ങളുടെ കറികളെ രുചികരമാക്കൂ. കറികളിലാണല്ലോ തക്കാളി ഇടുന്നത് അല്ലേ. അങ്ങനെ ഒരു പരസ്യത്തിന്റെ വാചകം വെച്ചുകൊണ്ട് പിന്നെ 10 രൂപ എന്നുള്ളത് 5 രൂപ എന്നാക്കാം. എന്നിട്ട് അതിവിടെ എഴുതുക അർലുൻ ഹാസുൻ. അതേപോലെ വെക്കാം. ഈ വാട്ടർമെലന് പകരം തക്കാളിയുടെ ചിത്രം വരക്കുക. ഓക്കെ. ഇതോടെ പാഠം കഴിഞ്ഞു. ഇത് ഇവിടെ എഴുതുക. വാമ്മ ബിനിയാമത്ത് റബ്ബിക ഫഹദ്ദിസ് എൻ്റെ റബ്ബിൻ്റെ നിയമത്തിനെ കുറിച്ച് നീ സംസാരിക്കുക. പിന്നെയോ ഇതേപോലെ സദഖല്ലാഹുൽ അലിയുള്ളതും. ഓക്കെ, അതിവിടെ എഴുതി പരിശീലിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ 6ാമത്തെ യൂണിറ്റ് പഠിക്കാം.